പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണാറുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശാസ്ത്രീയമായ കൃഷിരീതികൾ. അപ്പോൾ ഇന്ന് നമുക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് കൃത്യമായി തന്നെ പഠിച്ചെടുത്താലോ? അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലും വളരെ കൃത്യമായിട്ട് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാധാന്യം നൽകി നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്സിന് നിങ്ങളുടെ ലൈക്കും കമന്റും തരാൻ മറന്നു പോകരുത്. കോഡിലൂടെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് സെറികൾച്ചർ? സെറികൾച്ചർ എന്നാൽ എന്താണ്? സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത് എന്താണ്? സെറികൾച്ചർ. സെറികൾച്ചർ എന്നാല് പട്ടുനൂൽ പുഴു വളർത്തലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ സെറി എന്നതിൽ നിന്ന് നമുക്ക് ഇവിടെ സാരി എന്ന് കണക്ട് ചെയ്യാം. സെറി എന്നതിൽ നിന്ന് സാരി കണക്ട് ചെയ്യാം. എന്ത് സാരിയാണ്? പട്ട് സാരി. അപ്പോ സെറികൾച്ചർ എന്നാല് പട്ടുനൂൽ പുഴു വളർത്തലാണ് എന്ന് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. ഇനി നോക്കൂ, പിസികൾച്ചർ. എന്താണ് പിസികൾച്ചർ? പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നത് അറിയപ്പെടുന്നത് പിസികൾച്ചർ എന്നാണ്. അപ്പോൾ മത്സ്യം വളർത്തൽ കൃഷി രീതിയാണ് പിസികൾച്ചർ. എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ പിസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പീസ് എന്ന് കണക്ട് ചെയ്യാം. പീസ്, ഒരു പീസ് മീൻ എടുത്ത് കഴിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരികയാണെങ്കിൽ പിസികൾച്ചർ എന്നത് മത്സ്യം വളർത്തലാണ് എന്നോർക്കാലോ. അപ്പോൾ പിസികൾച്ചർ എന്നത് ശാസ്ത്രീയമായ മത്സ്യം വളർത്തലാണ്. ഇനി എന്താണ് ഫ്ലോറികൾച്ചർ? എന്താണ് ഫ്ലോറികൾച്ചർ? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ ഫ്ലോർ നിറച്ചും എന്താണ്? ഫ്ലോർ നിറച്ചും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു എന്നോർക്കാം. ഫ്ലോർ നിറച്ചും പൂക്കൾ വെച്ച് അലങ്കരിച്ചു. അപ്പൊ ഫ്ലോർ എന്നതിൽ നിന്ന് ഫ്ലോറികൾച്ചർ എന്ന് കണക്ട് ചെയ്യാം. ഫ്ലോർ പൂക്കൾ വെച്ച് അലങ്കരിച്ചു. അപ്പൊ പൂക്കൾ വളർത്തൽ കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് നമുക്ക് പഠിച്ചെടുക്കാം. ഇനി എന്താണ് എപ്പികൾച്ചർ? ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ഒന്നുകൂടെ പറയാം, ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം? അപ്പോ എപ്പി എന്നതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എമ്മി എന്ന് കണക്ട് ചെയ്യാം. എപ്പി എന്നതിൽ നിന്ന് എമ്മി എന്ന് കണക്ട് ചെയ്യാം. തേൻ എന്താണ്? എമ്മി ആണ് എന്നോർക്കാം. അല്ലെങ്കിൽ എങ്ങനെ ഓർക്കാം? എപ്പി എന്നതിൽ നിന്ന് എപ്പോൾ എന്നും കണക്ട് ചെയ്ത് വെക്കാം. എപ്പോൾ കിട്ടിയാലും നമ്മൾ തേൻ കഴിക്കുമെന്നോർക്കാം. എപ്പോ കിട്ടിയാലും നമുക്ക് തേൻ കഴിക്കാൻ ഇഷ്ടമാണ് എന്നോർക്കാം അല്ലെ. അല്ലെങ്കിൽ എമ്മി എന്നും കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏതാണോ കണക്ട് ആയി തോന്നുന്നത് ആ ഒരു കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി എന്താണ് മോറികൾച്ചർ? മോറികൾച്ചർ എന്നാൽ മൾബറി വളർത്തലാണ് മോറികൾച്ചർ. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ മൾബറി ഒക്കെ നമ്മൾ പൊതുവെ കാണുന്നത് കുറവാണ് അല്ലെ. അപ്പൊ കുറച്ച് മൾബറി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മോർ. പോരട്ടെ, കൂടുതൽ പോരട്ടെ അല്ലെ. മോർ എന്നതിൽ നിന്ന് മോറികൾച്ചർ എന്ന് കണക്ട് ചെയ്യാലോ. മൾബറി ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയും? മോർ, കൂടുതൽ പോരട്ടെ അല്ലെ. അപ്പൊ മോറികൾച്ചർ എന്നത് മൾബറി വളർത്തലാണ്. ഇനി നോക്കൂ, എന്താണ് ക്യൂണികൾച്ചർ? ശാസ്ത്രീയമായ രീതിയിൽ മുയൽ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാല് ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോ ക്യൂട്ടായ മുയലിന് ഇഷ്ടം കൂണാണ് എന്നോർക്കാം. എന്താണ്? ക്യൂട്ടായ മുയലിന് ഇഷ്ടം കൂണാണ്. അതിൽ നിന്ന് കണക്ട് ചെയ്യാലോ. കൂൺ, മുയലിന് ഇഷ്ടം എന്താണ്? കൂണ് എന്നതിൽ നിന്ന് ക്യൂണികൾച്ചർ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ക്യൂട്ടായ മുയലിന് ഇഷ്ടം കൂണാണ് എന്നോർത്താൽ ക്യൂണികൾച്ചർ എന്നത് ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ് എന്ന് നമുക്ക് ഓർക്കാലോ. ഇനി എന്താണ് മഷ്റൂം കൾച്ചർ? ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ. അപ്പൊ മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇനി എന്താണ് ഹോർട്ടികൾച്ചർ? ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴം, പച്ചക്കറി എന്നിവയുടെ ശാസ്ത്രീയമായ കൃഷി രീതിയാണ് ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ പഴം, പച്ചക്കറി എന്നിവയുടെ ശാസ്ത്രീയമായ കൃഷി രീതിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. അപ്പൊ ഹോർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഹോട്ട് എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ പഴം, പച്ചക്കറിയൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടും അല്ലെ. വൈറ്റമിൻ സി ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഹോർട്ടികൾച്ചർ എന്താണ്? പഴം, പച്ചക്കറി എന്നിവയുടെ വളർത്തലാണ്. അപ്പൊ ഹോർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹോട്ട് എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഹോട്ടാക്കിയാൽ പഴം, പച്ചക്കറിയൊക്കെ ഹോട്ടാക്കിയാൽ, ചൂടാക്കിയാൽ അതിന്റെ വൈറ്റമിൻ സി നഷ്ടപ്പെടുമെന്ന് നമുക്ക് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ഓർക്കാം? അപ്പോ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? കൊഴുപ്പടങ്ങിയ ഭക്ഷണമൊക്കെ പരമാവധി കുറയ്ക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? പഴം, പച്ചക്കറിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും എന്നോർക്കാം. അപ്പൊ രണ്ട് രീതിയിൽ വേണമെങ്കിലും ഓർക്കാം. നമുക്ക് ഹോട്ട് എന്നും കണക്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഹാർട്ട് എന്നും കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു കോഡ് നിങ്ങൾ
ചൂസ് ചെയ്യുക കേട്ടോ. ഇനി എന്താണ് വിറ്റികൾച്ചർ? വിറ്റികൾച്ചർ ശാസ്ത്രീയമായ മുന്തിരി വളർത്തലാണ് വിറ്റികൾച്ചർ. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ വിറ്റികൾച്ചർ എന്നതിൽ നമുക്ക് വാറ്റ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് വാറ്റ് ഉണ്ടാക്കുന്നത്? മുന്തിരി വെച്ച് വാറ്റ് ഉണ്ടാക്കി എന്ന് ഓർത്തിരിക്കാം. അപ്പൊ വിറ്റികൾച്ചർ എന്നത് ശാസ്ത്രീയമായ മുന്തിരി വളർത്തലാണ്. ഇനി എന്താണ് വെർമി കൾച്ചർ? മണ്ണിര വളർത്തലാണ് വെർമി കൾച്ചർ. ശാസ്ത്രീയമായ മണ്ണിര വളർത്തൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വെർമി കൾച്ചർ. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തേക്കാം? വെർമി എന്ന് പറഞ്ഞാൽ തന്നെ കീടം എന്നൊക്കെയുള്ള പ്രാണി എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അല്ലെ. അപ്പൊ ഡയറക്റ്റ് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം, മണ്ണിര വളർത്തലാണ്. ഇനി അതൊരു കണക്ഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്തോർക്കാം? വർമ്മയ്ക്ക് മണ്ണിൽ പണിയാണ് എന്നോർക്കാം. വർമ്മയ്ക്ക് മണ്ണിൽ പണിയാണ്, വർമ്മയ്ക്ക് മണ്ണിൽ പണിയാണ് എന്നോർക്കാം. അപ്പൊ വർമ്മ എന്നതിൽ നിന്ന് വെർമി കൾച്ചർ കണക്ട് ചെയ്യാം, മണ്ണിൽ എന്നതിൽ നിന്ന് മണ്ണിര വളർത്തലും കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്